നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ അറിവിന്റെ ആദ്യാക്ഷരം പകർന്ന വിജയദശമി ആഘോഷം ഇന്ന് ഭക്തിസാന്ദ്രമായി നടന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം എഴുത്തിനിരുത്തും പ്രത്യേക പൂജകളും നടന്നു. തുഞ്ചൻ പറമ്പിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിച്ചു. ഗവർണറും മന്ത്രിമാരും ഉൾപ്പെടെ എഴുത്തിനിരുത്തൽ ചടങ്ങുകളിൽ പങ്കാളികളായി. കൊല്ലൂരിൽ ഇക്കുറിയും പതിവ് തെറ്റാതെ നൂറുകണക്കിന് വിശ്വാസികൾ വിജയദശമി ദിനത്തിലും പുണ്യം തേടിയെത്തി. ഭാഷാപിതാവ് തുഞ്ചന്റെ മണ്ണിൽ നിന്ന് ആദ്യാക്ഷരം കുറിച്ചത് 3000-ൽ-അധികം കുരുന്നുകളാണ്. പാരമ്പര്യ ആശാന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെ ജാതി മതഭേദമന്യേ നിരവധി പേരാണ് ഇന്ന് ആദ്യാക്ഷരം കുറിക്കാൻ തുഞ്ചൻ പറമ്പിലെത്തിയത്. വിജയദശമി ദിനമായ ഇന്ന് ആയിരക്കണക്കിലേറെ കുഞ്ഞുങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ഹരിശ്രീ കുറിച്ചുകൊണ്ട് ഹരിശ്രീ ഗണപതയെ നമഃ എന്ന് എഴുതിക്കൊണ്ട് അറിവിൻ്റെ ആദ്യാക്ഷരം നുകർന്നിട്ടുള്ളത്. കൊല്ലൂർ കഴിഞ്ഞാൽ മൂകാംബിക ദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് വലിയ പ്രാധാന്യം വിശ്വാസികൾ നൽകുന്ന ക്ഷേത്രമാണ് കണ്ണൂരിലെ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം. മൂകാംബിക ക്ഷേത്രത്തിലും രാവിലെ മുതൽ തന്നെ എഴുത്തിനിരുത്ത ചടങ്ങുകൾ ആരംഭിച്ചു. 650ഓളം കുട്ടികളാണ് ഇത്തവണ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വർഷത്തിൽ 362 ദിവസവും തൃശൂർ തിരുവള്ളക്കാവിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. എങ്കിലും വിജയദശമി ദിവസമായ ഇന്നത്തെ ഇവിടുത്തെ തിരക്കുകൾ പറഞ്ഞറിയിക്കാനാവില്ല. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ അതേ ചടങ്ങുകളും ആചാരങ്ങളും പിന്തുടരുന്ന ക്ഷേത്രമാണ് പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. ഇവിടെ 20ഓളം ഗുരുക്കന്മാരുടെ നേതൃത്വത്തിലാണ് എഴുത്തിനിരുത്ത് ചടങ്ങുകൾ നടന്നത്. 100 കണക്കിന് കുരുന്നുകളാണ് ഇവിടെ ആദ്യാക്ഷരം കുറിച്ചത്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രത്തിലും രാവിലെ 4 മണി മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. 100 കണക്കിന് കുരുന്നുകളാണ് ഇവിടെ ആദ്യാക്ഷരം കുറിച്ചത്. 56 ആചാര്യന്മാരാണ് നേതൃത്വം നൽകിയത്. തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ക്രമീകരണങ്ങൾ ഭാരവാഹികൾ ഒരുക്കിയിരുന്നു. വിജയദശമി ദിനമായ ഇന്ന് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമായി 10,000-കണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലും ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാരംഭം കുറിച്ചു. അക്ഷരവെളിച്ചം പകരാനായി രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരാണ് എത്തിച്ചേർന്നത്. വാഗ്ദേവതയായ മൂകാംബികയുടെ മണ്ണിലേക്ക് ഇന്നലെ മുതൽ ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. ഓരോ നിമിഷവും ഭക്തരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 4 മണി മുതലാണ് വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഗണപതിയെയും സരസ്വതിയെയും സ്തുതിച്ച ഹരിശ്രീ ഗണപതിയെ നമഃ എന്ന കുരുന്നുകൾ എഴുതി. പിന്നീട് അക്ഷരം നാവിലേക്ക്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ടീം ന്യൂസ് മലയാളം.